Hey buddies, welcome to my channel. Let's capture life together. എത്ര നാളായാലും ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചൊരു 3-4 മാസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടെന്ന് തോന്നുന്നു. അന്നങ്ങാണ്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇട്ടത്, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ചാലഞ്ച് വീഡിയോയുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ സേയിങ് യെസ് ടു എവറിത്തിങ് അലോൺ വേർഷൻ. മറ്റേതൊക്കെ സേയിങ് യെസ് ടു സിസ്റ്റർ, മദർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഉള്ളത്. അപ്പം ഞാൻ ഒരു ഒറ്റയ്ക്കുള്ളൊരു വേർഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് കുറേ മെസ്സേജസ് വന്നു. എന്തോരാണെന്നറിയോ, തട്ടിയിട്ട് കൂട്ടിയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരും എനിക്ക് മെസ്സേജ് അയച്ചില്ല, ആരും എനിക്ക് ഡയർ പറഞ്ഞിട്ടില്ല. അവസാനം ഞാൻ എൻ്റെ അമ്മോട് അമ്മ ഒരു ഡയർ അയച്ചാ. പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ എൻ്റെ അമ്മയും ഏടക്കും ചേട്ടനും ഇവരെല്ലാവരും കൂടിയിട്ട് എനിക്ക് ഇട്ട ചാലഞ്ചസ് ആണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം നമുക്ക് ചാലഞ്ച് വീഡിയോ തുടങ്ങിയാലോ? ആദ്യത്തെ ചാലഞ്ച് എൻ്റെ അമ്മയുടെ തന്നെ ആവാല്ലേ. ഞാനിതുപോലെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടാവില്ല, അപ്പം ഞാനതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ എന്നുവെച്ചാൽ അമ്മ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ അതിട്ടിട്ട് ഞാൻ കോക്കിരിയൊക്കെ കാണിക്കും. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണത്. ഇത് സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടാണ്, സോറി സ്റ്റാറ്റസ്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫൺ. മൈ ചാലഞ്ച് യുവർ ഡെയർ പുട്ട് ദിസ് പിക് ഓൺ യുവർ സ്റ്റാറ്റസ്. അപ്പോൾ സ്റ്റാറ്റസിൽ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റോറി അല്ല കേട്ടോ, സ്റ്റാറ്റസ്. അപ്പോൾ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ആക്കിയിട്ടാൽ മതി. ഇത് ഞാൻ ഇടാൻ പോവാണ്. എൻ്റെ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി നമുക്ക് അടുത്ത ചാലഞ്ചിലോട്ട് പോകാം. കം ഓൺ. ഉണ്ണിക്കുട്ടനും ചേച്ചിയും കൂടി പറഞ്ഞതാട്ടോ, ഡാൻസ് വിത്ത് യുവർ ഹബി എന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്കൊരു ചാലഞ്ചല്ല, എൻ്റെ ഹബിക്ക് എനിക്കൊരു ചാലഞ്ച്. ചെയ്യുമെന്നല്ല, മിക്കവാറും നോക്കും. എന്നാലും ചാലഞ്ച് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചിരിക്കും. കം ഓൺ. നമുക്ക് സേട്ടുനോട് ചോദിക്കാം ഡാൻസ് കളിക്കാൻ വരുമോ എന്നുള്ളത്. ആ ചാലഞ്ച് ചെയ്യാന്നൊക്കെ മിക്കവാറും സമ്മതിക്കില്ല. സേട്ടു ഡാൻസ് കളിക്കാൻ വരുമോ? ഡാൻസ് വിത്ത് മൈ ഹബിയിൽ. ഞാൻ പറഞ്ഞില്ല ഡാൻസ് കളിക്കാൻ വരില്ല എന്ന്. ഡയറക്റ്റ് റിജക്ഷൻ. അടുത്ത ചാലഞ്ചിലോട്ട് പോവാം. അടുത്തൊരു ചേച്ചിയുടെ ഒരു ചാലഞ്ച് ആട്ടോ. ചേച്ചി തന്നുള്ള ചാലഞ്ച് പറയുന്നത്, ചേച്ചി അടിപൊളിയാണെന്ന് ലീനമ്മയോട് 10 വട്ടം, പിന്നെ 10 വട്ടം, പിന്നെ ഷീബാമ്മ, സിന്ധമ്മ, സുശേച്ചി ഇവരെ എല്ലാം വിളിച്ച് പറയണം. അതായത് ലീനമ്മ എന്ന് പറയുന്നത് ചേട്ടൻ്റെ അമ്മ, ഷീബാമ്മ എന്ന് പറയുന്നത് ചേച്ചിയുടെ അമ്മ, സിന്ധമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ, സുശേച്ചി ചേച്ചിയുടെ ചേച്ചി. അപ്പൊ ഇവരൊക്കെ ഞാൻ വിളിച്ചിട്ട് ചേച്ചി സൂപ്പറാണെന്ന് ഞാൻ വിളിച്ച് പറയണം. ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ സൂപ്പർ അല്ലേ? ചേച്ചി സൂപ്പർ അല്ലേ? ശ്രുതി ചേച്ചി സൂപ്പറാണ്. അതെ, സൂപ്പറായിട്ട് കേട്ടോ. ശ്രുതി ചേച്ചി സൂപ്പറാവുണ്ട്. ആ അതെ അതെ, ശ്രുതി ചേച്ചി സൂപ്പറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പറാ, വീഡിയോസ് ഒക്കെ നല്ല രസമുണ്ട്. എന്തോ അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ശ്രുതി ചേച്ചി സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പറാ. ശ്രുതി ചേച്ചി സൂപ്പറായിട്ടൊക്കെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പറാന്നേ. അടിപൊളിയാണ്. ഇന്ന് ചാലഞ്ചിന്റെ
ഡേ 2 ആണ് കേട്ടോ. അന്ന് ഇന്നലെ എനിക്ക് കണ്ടിന്യൂ ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല. അമ്മ ഉണ്ടായിരുന്നില്ല, അമ്മ തിരക്കായിരുന്നു. അപ്പം അമ്മേനെ കുറിച്ച് 10 വട്ടം ചേച്ചി അടിപൊളിയാന്ന് പറയുന്നതുകൊണ്ട് അപ്പം ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പോവാം. ചേച്ചി വീഡിയോ കോൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലെറ്റ്സ് ഗോ. ചേച്ചി അല്ലെങ്കിലും നല്ല സുന്ദരിയല്ലേ? ചേച്ചിക്ക് എന്തിനാ മേക്കപ്പ്? നല്ലോണം നല്ല ഭംഗിയാണ്, സുന്ദരിയാണ്. എന്തിനാ കൊല്ലപ്പെടുത്തിന് പൊട്ട്? സുഖിച്ച അതെ അടുത്ത് പറയട്ടെ. അത് ഇവിടുത്തെ നാച്ചുറൽ ആയിട്ട്. പക്ഷെ ചേച്ചിയുടെ അടുത്തേക്കൊന്നും വരില്ല അമ്മ. ചേച്ചി അടിപൊളിയാ. അതെ, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചേച്ചിയുടെ കുക്കിങ്ങും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യുന്നു. ചേച്ചി മുടിയുടെ ഇത് മാറ്റിയ നല്ല ഭംഗി കാണാൻ, മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. അതങ്ങനെ തന്നെയാണ്, സൂപ്പറാണ്. ചേച്ചി അടിപൊളിയാണ്. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. എന്താണല്ലേ ചേച്ചി അതുപോലെ തന്നെ ചേച്ചി ഡ്രസ്. ചേച്ചി ഞാൻ പറയാറുണ്ട് ഇവിടേക്ക് ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഈ ഒരു ഇത് ഇപ്പൊ കുരുക്കെ മാറിയിട്ട് കുരുക്കെ മാറിയിട്ടൊരു ഇതായിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. മൂക്ക് നല്ല അടിപൊളി. അതെ സൂപ്പറാണ്. ചേച്ചിയുടെ കുക്കിങ്സും നല്ല. ഞാൻ ചേച്ചിയുടെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആള്. ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചേച്ചിയുടെ മീൻകറി ഒന്ന് കഴിച്ചു നോക്കണല്ലോ. എന്തായാലും ഞാൻ വീട്ടിൽ ഞാൻ കഴിക്കും. അല്ല ചേച്ചി നന്നായിട്ട് നോക്കും. ചേച്ചി അതിൽ അടിപൊളിയാണ്. ബെസ്റ്റ് അല്ലേ? എന്തിങ്ങനെ പറയുന്നത്? സംശയം പോലെ. ഇല്ല ഞാൻ കുത്തിയിട്ടാണ് പറഞ്ഞത്. കറക്റ്റ് എന്താ ചേച്ചി അടിപൊളിയാന്ന് പറഞ്ഞു കുറ്റമാണ്. അമ്മയ്ക്ക് മതിയായി. ഡെഡിക്കേറ്റഡ് ടു ചേച്ചി. ചേട്ടനെ പോലെ ആ ഒരു പോസിറ്റിവിറ്റി എനിക്കും കിട്ടിയായിരുന്നു. ഓണിയൻ എടുത്ത് ചക്കച്ചക്കരിയ ചേട്ടന്റെ ടീഷർട്ട് എടുത്തില്ലെന്ന്.